അതെ, കാശുള്ള ആൾക്കാർക്ക് ഇതാക്കണം ഗസ്റ്റ് ഹൗസ് ആയിട്ടൊക്കെ മേടിച്ചിടാൻ പറ്റിയ കിടിലൻ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ടെമ്പിളിന്റെ അവിടുന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ മാറിയിട്ട് ഇതാക്കണം ഈ കാണുന്ന ഒരു 5000 സ്ക്വയർ ഫീറ്റുള്ള കിടിലൻ ഒരു വീടും 34 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലമോ പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് താഴെ കാണാൻ ഞങ്ങളെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയുണ്ട് വീട്? കിടിലോസ്കി വീടാണ്. നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള വീടാണ്. അപ്പൊ അങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യങ്ങളും പറഞ്ഞു കൊടുക്കണ്ട നമുക്ക്? പൊന്നാര ചങ്കള നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ തളിപ്പറമ്പ് ടൗണിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. മൊത്തം 34 സെന്റ് സ്ഥലമാണ് വരുന്നത്. പിന്നെ ഇതാക്കണം ഈ റോഡ് വരുന്നത് നമ്മളെ ശ്രീ രാജരാജേശ്വര ടെമ്പിളിന്റെ അവിടെ നിന്ന് വെറും 200 മീറ്റർ മാത്രം നടക്കാനുള്ള ദൂരമുള്ളൂ. ഇത് അവിടെ നിന്ന് വരുന്ന റോഡാണ്. നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് കാണിച്ചു കേട്ടോ. ഇതാക്കണം ഇവിടുന്ന് തുടങ്ങാണ്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് കുറച്ച് അവിടെ വരെ ഉണ്ട്. പിന്നെ ഇതാക്കണം ഈ കാണുന്ന വീട് ഇപ്പൊ അവരുടെ തന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ അവരുടെ തന്നെ തറവാട് വീടാണ്, പഴയ വീടാണ്. 3 ബെഡ്റൂം ഒക്കെ ഉള്ള മച്ചൊക്കെ ഉള്ള നല്ല കിടുക്കാച്ചി വീടാണ് കേട്ടോ. അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇങ്ങോട്ട് വരും നിങ്ങള് ഇതാക്കണേ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം ഇതാക്കണം നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ചുറ്റുഭാഗം അതിലെല്ലാം കെട്ടി ഗേറ്റ് എല്ലാം വെച്ച് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ നമ്മളെ വീടൊന്ന് നോക്കി, നമ്മളെ മുത്തുമണിമാർക്കുള്ള വീടൊന്ന് നോക്കിയാൽ നിങ്ങള് ഏതാ മുതലെന്നറിയോ? ഇനി നടക്കണേ ഇനി ഫ്രണ്ടേജിന്റെ എൻഡ് കാണിച്ചാൽ കേട്ടോ. ഫ്രണ്ടേജ് നല്ല നീളം വരുന്നുണ്ട്. മൊത്തം 34 സെന്റ് സ്ഥലം ഇതേമാർക്ക് ഇങ്ങനെ മതിലെല്ലാം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു എന്താ പറയാ നല്ലൊരു വീട് തന്നെയാണ്. എന്താ പറയാ നല്ലൊരു ഏരിയ, ജീപ്പൊക്കെ വരാനുള്ള റോഡും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തളിപ്പറമ്പ് ടൗണിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അതെ, എല്ലാം കൊണ്ടും നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശം കൂടിയാണ്. പിന്നെ ഇതാക്കണ് ഫ്രണ്ടേജ് എൻഡ് ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെയാണ് വരുന്നത്. പിന്നെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കൂടെ പറയുന്നത് ചെറവക്ക്, അതായത് അമ്പലത്തിന്റെ വലിയ കുളം ഉണ്ട് അവിടെ. അപ്പൊ ആ ചെറവക്ക് വരെയാണ് ഇപ്പൊ ഈ റോഡ് പോകുന്നത്. നമുക്ക് നമ്മളെ വീട് കാണിച്ചു കൊടുക്കണ്ടേ? ആയിക്കോട്ടെ, പോയൊക്കെ നമുക്ക്. ഇപ്പൊ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ പ്ലോട്ടിലോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോ കണ്ടില്ല ഫുള്ള് ഇന്റർലോക്ക് എല്ലാം ചെയ്ത് നല്ല കിടുക്കാച്ചി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണം കയറി വരുന്ന വഴി, ഈ ഒരു വഴിന്റെ 2 സൈഡിൽ ഈ ഒരു ഭാഗത്തും അതേപോലെ ഇപ്പുറം ഭാഗത്തും ഫുള്ള് ഗാർഡനൊക്കെ ആക്കി ചെടികളെല്ലാം നട്ടുപിടിപ്പിക്കാനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിക്കാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാക്കണം മൊത്തം മിറ്റെല്ലാം ഫുള്ള് മൊത്തത്തിൽ ഇതാക്കണം ഇന്റർലോക്ക് എല്ലാം ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടികളൊക്കെ ഏത് വണ്ടി വേണേലും നേരെ കൊണ്ടുവന്ന് നമുക്ക് നിർത്താനൊക്കെ സൗകര്യത്തിന് മിറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സ്റ്റേജ് ആണ് കേട്ടോ. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടത്താൻ ചെറിയൊരു സ്റ്റേജ് ആയിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതാക്കണം നമ്മളെ മുത്തുമണി കിടക്കണല്ലോ. വണ്ടിയൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോയി നിർത്താം. ഇനി ഇങ്ങോട്ട് വരി, വീടിന്റെ കാർ പോർച്ച് കണ്ടിട്ടില്ല നിങ്ങള്? വലിയ കാർ പോർച്ചാണ് കേട്ടോ. വലിയ വണ്ടിനെ കൊണ്ടുപോയി നേരെ നിർത്താൻ സൗകര്യത്തിനുള്ള കാർ പോർച്ചും ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരി നിങ്ങള്. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങള് വീടിന്റെ മിറ്റം ഇതാക്കണം ഇതേമാതിരി മൊത്തത്തിൽ ഇന്റർലോക്ക് ചെയ്തിട്ടേക്കാണ്. നല്ല നീറ്റ് ആക്കിയിട്ടേക്ക് ഇതാക്കണം. ഈ മറ്റേ പോർച്ചാണ് ഈ കാണുന്നത്. വലിയ വണ്ടി വരെ നേരെ കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള വലിയ പോർച്ചൊക്കെയാണ് കേട്ടോ. ഇനി ഇതാക്കണം നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടും ഫുള്ള് ഇന്റർലോക്ക് എല്ലാം ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടും മിറ്റം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലോട്ടും അത് ഇതേമാതിരി തന്നെ ഇന്റർലോക്ക് കുറച്ച് ഭാഗം ചെയ്യണ്ട. അപ്പൊ അവിടെ ഇന്റർലോക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി നേരെ ഇതിലാണ്ട് വന്നിട്ട് അതിലങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നേരെ ഫ്രണ്ടിലോട്ട് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കറങ്ങിയിട്ട് എടുത്ത് പോവുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ നോക്കിക്കേ വീടിന്റെ ഈ ഒരു ഭാഗത്താ നല്ല പ്ലാവും കാര്യങ്ങളൊക്കെ നല്ല കായ്ക്കുന്ന പ്ലാവ്. ഈ ഒരു ഭാഗം ചുറ്റുഭാഗം മൊത്തം ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ. പിന്നെ ഇതാക്കണ് കിണറ്, വറ്റാത്ത വെള്ളമുള്ള കിണറ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഒരുപാട് വീടുകളുള്ള ഏരിയ ആണ്. പിന്നെ നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, രാജരാജേശ്വര ടെമ്പിളിന്റെ അടുത്ത് നമ്മളെ തളിപ്പറമ്പ് അങ്ങാടി തന്നെയാണ് നമ്മൾ ഈ ഒരു വീട് വരുന്നത്. ഈ കാണുന്നത് വരെ നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട തറവാട് വീടാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് വീടിന്റെ ഉൾവശം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ട നമുക്ക്? ആയിക്കോട്ടെ, നമുക്ക് ഇനി വീടിന്റെ ഉൾവശമാണ് കാണാനുള്ളത്. വീടിന്റെ ഫ്രണ്ട് എന്നുള്ള പൂമുഖം കണ്ടില്ല നിങ്ങൾ? എന്താ സ്റ്റൈലിന്റെ ഒരു മനോഹാരം എത്രത്തോളം എന്നുള്ള കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ സിറ്റ് ഔട്ട് കണ്ടില്ല, നല്ല ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ഇങ്ങോട്ട് നോക്ക്, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു തൂണും കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഒരു പ്രത്യേക എടുപ്പ് എന്ന് പറയുന്ന ഈ ഒരു തൂണും സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നില കണ്ടില്ല, നല്ല വൈറ്റ് കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതാക്കണം ജനലിന്റെയും വാതിലിന്റെ ഒക്കെ ഫുള്ള് വർക്കും കഴിഞ്ഞിട്ടുള്ള ഫുള്ള് മരത്തിന്റെ തന്നെയാണ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇതാക്കണേ സിറ്റ് ഔട്ടിലോട്ട് കയറി വരാൻ ഈ ഒരു ഫ്രണ്ട് കൂടെ വേണമെങ്കിൽ നമുക്ക് കയറി വരാം. അതേപോലെ തന്നെ ഇതാക്കണം നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് വണ്ടി പോർച്ചിൽ വണ്ടി എല്ലാം നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് കയറി വരാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് വന്ന് നോക്കിയാൽ പോർച്ചൊക്കെ നല്ല സ്പേസ് ഉള്ള പോർച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലോ. നമുക്ക് നേരെ അങ്ങോട്ട് അകത്തോട്ട് കയറി വരാൻ ഈ ഒരു ഭാഗത്തും വഴിയുണ്ട് കേട്ടോ.
ഇനി നമുക്ക് അകത്തോട്ടൊന്ന് പോയിട്ട് നോക്കാം. അങ്ങോട്ടൊന്ന് വന്ന് നോക്കിയേ നിങ്ങൾ. നമ്മൾ കയറി വരുന്ന ലിവിങ് സ്പേസാണ് നിങ്ങൾ കാണുക. അത്യാവശ്യം നല്ല കിടിലം വീട്. അകത്തോട്ട് കയറി വരുമ്പോൾ നോക്കിയേ നടുമുറ്റമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആ കാണുന്നത് പൂജാമുറിയാണ്. കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു പൂജാമുറിയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയേ കണ്ടോ എന്താ ഭംഗി, നല്ല കിടുക്കാച്ച. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു പൂജാമുറിയാണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും തീർത്തിട്ടുള്ളത്. നോക്കിയാൽ നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. പൂജാമുറിന്റെ രണ്ട് സൈഡിൽ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഇപ്പുറം സൈഡിൽ നമുക്ക് രണ്ട് സൈഡിൽ ഇൻഡോർ വാട്ടർഫാൾ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിക്കാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത്. നല്ല നമ്മളെ വീടിന്റെ അകത്തുള്ള ഭംഗി കൂടുതൽ എടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഇൻഡോർ വാട്ടർഫാൾ തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കിയാൽ നമ്മളെ നടുമുറ്റത്തിന്റെ ഈ ഒരു സൈഡിലാണ് നമുക്ക് എന്താ പറയാ നോക്കിയാൽ ഡൈനിങ് ഏരിയ ആണ് ഈ സെറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കാം നല്ല സ്പേസിൽ ഒരു 5-6 ആൾക്കെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യത്തിനുള്ള വലിയ മേശൊക്കെ ഇടാൻ സൗകര്യത്തിനുള്ള ഡൈനിങ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്തിൽ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പുറത്തോട്ടെല്ലാം ഇറങ്ങാൻ സൗകര്യത്തിന് ഈ ഒരു ഭാഗത്ത് ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് നമുക്ക് ഒരു ഓപ്പൺ വരാന്തെല്ലാം വരുന്നുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്. ഇനി നോക്കിയേ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല സിംഗിൾ ജനലാണ് ഈ ഒരു ഭാഗത്തെല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫുള്ള് അകത്തോട്ട് കാറ്റും വെളിച്ചെല്ലാം കിടക്കുന്ന രീതിയിലാണ് വീടിന്റെ വർക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കിയേ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല കിടുക്കാച്ചായിരുന്നു. പിന്നെ ഒരു നോക്കിയാൽ നിലമൊക്കെ ഫുള്ള് നല്ല വൈറ്റ് കളറിലും അതുപോലെ ഒരു ഗ്രേ കളറിലുള്ള ടൈലൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒന്ന് നോക്കിയേ. മൊത്തത്തിൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് ഏരിയ എല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കിയേ അപ്പൊ ചങ്കളങ്ങൾ ഈ ഒരു ഡൈനിങ് ഏരിയ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണ്. ലിവിങ് സ്പേസ് ആണ് നിങ്ങൾ കാണട്ടെ. ഇങ്ങോട്ട് ഒന്ന് നോക്കി എത്രങ്ങാനും സ്പേസിലാണ് ഈ ഒരു ലിവിങ് സ്പേസ് ചെയ്തറിയാം. നമുക്ക് വീട്ടിലെ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് സംസാരിച്ചിരിക്കാനും അതേപോലെ തന്നെ വീട്ടിലെല്ലാം വിരുന്നുകാരോ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള അത്രയ്ക്ക് സ്പേസിൽ വലിയ സോഫ സെറ്റൊക്കെ ഇട്ടിട്ടുള്ള എന്താ പറയുക നല്ല സ്പേസിലാണ് ഈ ഒരു ലിവിങ് സ്പേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ റൂഫ് നോക്കി നിങ്ങൾ ഫുള്ള് സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ള എന്ത് ഭംഗിയെന്ന് അറിയാം. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ടൈലും ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ നല്ല ഭംഗിക്കാണ് ടൈലെല്ലാം നല്ലൊരു ഡിസൈനിലാണ് ഇട്ടിട്ടുള്ളത്. അതേപോലെ ഷെൽഫുകൾ കണ്ടില്ലേ, ഷെൽഫ് ഈ ഒരു സൈഡിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നല്ല രീതിക്കാണ് ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു വീടിനകത്തുള്ള എല്ലാ ഫർണിച്ചർ ഐറ്റംസും കൂടിയിട്ടാണ് കേട്ടോ ഈ മൊത്തത്തിലാണ് സെയിൽ ചെയ്യുന്നത്. അതിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കി ഇവിടെയാണ് നമ്മളെ TV യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്ന് നോക്ക് TV യൂണിറ്റ് ഒക്കെ കണ്ടില്ല നിങ്ങൾ ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഭംഗിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വീടിന് മൊത്തം 5 ബെഡ്റൂം ആണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 റൂം നമുക്ക് ഈ താഴെ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ റൂം ഒരു റൂം ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ റൂം നമുക്ക് ഇങ്ങോട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ റൂം. പിന്നെ സ്റ്റെയർ നമുക്ക് ഈ ഒരു ഹാളിൽ നിന്നാണ് നമുക്ക് സ്റ്റെയർ എല്ലാം വരുന്നത്. പിന്നെ നമുക്ക് ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഹാളിൽ തന്നെയാണ് അടുക്കള പോണത്, അതും കാണിച്ചു തരാം. നമുക്ക് ആദ്യത്തെ റൂമാണ് കാണിച്ചു കൊടുത്താൽ നമുക്ക് ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ആദ്യത്തെ റൂം കാണാം. അങ്ങോട്ട് വാ. റൂമൊക്കെ വലിയ റൂം. അങ്ങോട്ടൊന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾ എത്രങ്ങാനും വലിയ റൂം. നല്ല ഭംഗിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന വീടാണ് കേട്ടോ. കേട്ടോ നോക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് 4 കള്ളി ജനൽ ഈ ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് എന്നുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ അകത്ത് തന്നെ കാണാം. കർട്ടനൊക്കെ നീക്കി കഴിഞ്ഞാൽ അകത്തോട്ട് നല്ല രീതിക്ക് തന്നെ വെളിച്ചവും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് 2 കള്ളി ജനൽ വരുന്നുണ്ട്. നിലമൊക്കെ നോക്കിയാൽ നല്ല കളർ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ റൂഫ് ഒന്നും എവിടെ ഒരു ലീക്കോ സംഭവങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കണമാണ്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് ഷെൽഫുകളൊക്കെ കണ്ടില്ലേ, ഷെൽഫൊക്കെ നല്ല രീതിക്കുള്ള വലിയ ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാനോ കമ്പ്യൂട്ടർ കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് എഴുതി പഠിക്കാനൊക്കെ ആയിട്ടുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനല് വാതിൽ കട്ടുള്ള എല്ലാ ഫുള്ള് സംഭവങ്ങളും മരത്തിലാണ് കേട്ടോ. അതിൻ്റെ ഫുള്ള് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ റൂമിനകത്തും AC കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം അടക്കമാണ് സെയിലുള്ളത്. നമുക്ക് ഈ റൂമിനകത്ത് തന്നെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം നിങ്ങൾ വന്ന് നോക്കിയാൽ നല്ല വലിയ ബാത്റൂമാണ് കേട്ടോ. നല്ല സ്പേസിലാണ് ബാത്റൂമൊക്കെ ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഒക്കെ ടൈലുണ്ട്. നിങ്ങൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ബാത്റൂമിൻ്റെ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ റൂം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത രണ്ടാമത്തെ റൂം കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തോടാണ് നമ്മൾ രണ്ടാമത്തെ റൂം വരുന്നത്. പിന്നെ നമ്മൾ ഈ റൂമിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം എല്ലാം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട്. ഇനി ഇങ്ങോട്ട് വാ. ഈ റൂം വന്ന് നോക്കിയാൽ നിങ്ങൾ വലിയ റൂമാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ റൂമുകൾ എല്ലാ റൂമും വലിയ റൂമുകൾ തന്നെയാണ്. പിന്നെ ഈ റൂമിൻ്റെ പ്രത്യേകത കണ്ടില്ല നിങ്ങൾ 2 കട്ടിലൊക്കെ ഇടാൻ സൗകര്യത്തിനുള്ള അത്രയ്ക്ക് നല്ല സ്പേസ് എല്ലാം വരുന്നുണ്ട് നമ്മൾ ഈ റൂമിന് കേട്ടോ. നിലമൊക്കെ കണ്ടില്ല നിങ്ങൾ ഫുള്ള് എന്താ പറയുക നല്ല വൈറ്റ് കളറിലുള്ള ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതേപോലെ ഇതാക്കണേ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ഒരു 4 കള്ളി ജനൽ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നിങ്ങൾ. പിന്നെ പിള്ളേർക്ക് എഴുതി പഠിക്കാനോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാനുള്ളൊരു
ആ ഒരു ടേബിളൊക്കെല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ഈ ഒരു റൂം വേറെ ഡിസൈനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവിടെ നോക്കി നമുക്ക് ഇവിടുന്ന് ഒരു ഡ്രസ്സിങ് ഏരിയ എല്ലാം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അവിടെ വന്ന് നോക്കി അത്യാവശ്യം നല്ല സ്പേസിലാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡ്രസ്സിങ് ഏരിയ എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് അല്ല എന്താ പറയുക കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്താണുള്ളത്. ബാത്റൂമിൻ്റെ ഒക്കെ ടൈലാണെങ്കിലും എല്ലാ സംഭവങ്ങളും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. താഴെയുള്ള 2 റൂം ഉണ്ട് അല്ലേ? അതെ. ഇനി നമുക്ക് അടുക്കള കാണിച്ചു കൊടുക്കണ്ടേ? അതെ, അടുക്കള കാണണം നമുക്ക്. അപ്പോൾ നമുക്ക് അടുക്കള നമുക്ക് അവിടെയാണ് വരുന്നത്. നമ്മളെ ഡൈനിങ് ഏരിയനോട് ചേർന്നിട്ടാണ് നമുക്ക് അടുക്കളയെല്ലാം വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കി നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയനോട് ചേർന്നിട്ട് നമുക്ക് ഇതേ ഇവിടെയാണ് അടുക്കള വരുന്നത്. അപ്പോൾ അടുക്കള ഒന്ന് കാണാൻ നമുക്ക് ഇങ്ങോട്ട് വന്ന് നോക്ക്. നമ്മൾ അടുക്കളയിലോട്ടൊക്കെ വരുമ്പോൾ നോക്കി നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഭംഗിക്കാണ് അടുക്കളയെല്ലാം നല്ല നീറ്റായിട്ടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വൈറ്റ് കളറിൽ ടൈല് മൊത്തത്തിൽ എല്ലായിടത്തും ഇതേ ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അടുക്കളയായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു പാചകവും കാര്യങ്ങളൊക്കെ കണ്ടില്ല നല്ല ഭംഗിക്കാണ് ചെയ്തത്. സ്റ്റൗവെല്ലാം വെക്കാനൊക്കെ ഉള്ള അതിൻ്റെ ആ സെറ്റപ്പും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ നല്ല ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പൊടികളോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉള്ള ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജെല്ലാം വെക്കാനുള്ള ആ ഒരു കബോർഡ് ആ ഒരു സംഭവം ഇവിടെ അത് സെറ്റ് ചെയ്താണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓവണൊക്കെ വെക്കാനുള്ള ആ ഒരു ഷെൽഫെല്ലാം സെറ്റ് ചെയ്താണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് നോക്കിയേ ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഈ ഒരു അടുക്കളേൻ്റെ ഭിത്തിയെല്ലാം ഫുള്ള് ടൈലിട്ടിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ടൈലിട്ടിട്ടുണ്ട് ചുറ്റുപാടും. എന്തെങ്കിലും ഒരു ചെറിയ പൊടിയോ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തുടച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത്രയ്ക്ക് നല്ല ഇതിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മേശയും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇനി അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ വർക്ക് ഏരിയ വരുന്നത് കേട്ടോ. ഇങ്ങോട്ട് വന്ന് നോക്കിയേ വർക്ക് ഏരിയ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള വർക്ക് ഏരിയ, നല്ല നീളം വരാന്ത പോലത്തെ നല്ല നീളമുള്ളൊരു വർക്ക് ഏരിയ. ഇത് ഈ ഒരു ടൈലൊക്കെ കണ്ടിട്ട് നിങ്ങൾ നല്ല ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് ഈ ഒരു പാദത്തേലൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഡ്രോയും ഷെൽഫ് സംഭവങ്ങൾ ഫാബ്രിക്കേഷൻ വർക്കിൻ്റെ അത് ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ ഈ സംഭവം ഈ ഡ്രോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതെ ഈ ഒരു ഭിത്തി ഉണ്ടല്ലോ നിങ്ങൾ വർക്ക് ഏരിയൻ്റെ ഈ ഒരു ഭിത്തിയെല്ലാം ഫുള്ള് ടൈലാണ്. നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ചെളിയോ പൊടിയോ എന്തെങ്കിലും ഒരു ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അതുപോലെ പാത്രം എല്ലാം കഴുകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നോക്കി ഈ ഒരു ഭാഗത്ത് 5-6 കള്ളി ജനലുണ്ട് കേട്ടോ. ഈ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെളിച്ചം കടക്കുകയും ചെയ്യും. ജനലിനൊക്കെ അതിനൊക്കെ മൊത്തത്തിൽ ഇവിടെ മോസ്കിറ്റോ നെറ്റെല്ലാം അടിച്ചിട്ടുണ്ട്. പിന്നെ നോക്കി നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ടൊരു ഡോറ് വരുന്നുണ്ട്. നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ മോസ്കിറ്റോ നെറ്റ് അടിച്ചിട്ടേക്കാണ്ട് ഡോറൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ അടുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുക്കളൊക്കെ നല്ല സൗകര്യമുള്ള അടുക്കള കേട്ടോ. അതുപോലെ താഴത്തെ 2 റൂമുകളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെന്താ പറയുക ഇനി നമുക്ക് മേലെ പോയിട്ട് നമുക്ക് ബാക്കി 3 ബെഡ്റൂം വരുന്നത് മുകളിലാണ് വരുന്നത്. അപ്പം ഞാൻ ആ റൂമുകളൊക്കെ ഒന്ന് കാണാൻ നമുക്ക് മേലത്തെ സൗകര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം നമുക്ക് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ സ്റ്റെയറൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റെയറൊക്കെ നോക്കി അതിൻ്റെ ബ്ലാക്ക് കളറിലുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റെയറിന് ഇട്ടിട്ടുള്ളത്. അതുപോലെ നല്ലൊരു ഭംഗി നല്ലൊരു വേറെ ഡിസൈനിലാണ് നമ്മൾ ഈ സ്റ്റെയറിൻ്റെ സ്റ്റൈലെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് വന്ന് നോക്കി ഇങ്ങോട്ടൊന്ന് വന്ന് നോക്ക് നിങ്ങൾ എന്താ മുതലറെല്ലാം കിടുക്കാച്ചാണ് കേട്ടോ. ഇനി നമ്മളിതേ മുകളിലോട്ടൊക്കെ കയറി വരുമ്പോൾ നോക്കി നമുക്ക് ഇവിടെ വലിയൊരു ഹാളായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ നടുമുറ്റം കണ്ടില്ല നിങ്ങൾ നമ്മളെ നടുമുറ്റത്തിൻ്റെ ഒരു സ്പേസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ലൈറ്റെല്ലാം സെറ്റ് ചെയ്താണ്ടോ നല്ല വലിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിൽ നിന്നുള്ള ഒരു വെളിച്ചം കണ്ടില്ല നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ താഴെ നമ്മളെ നടുമുറ്റാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. നല്ല കിടിലൻ വ്യൂ ആണ് ഇവിടുന്ന് താഴോട്ടാണെങ്കിലും മൊത്തത്തിൽ ആ ഒരു ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ മേലെ മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഒരു റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ റൂം ഈ ഒരു ഭാഗത്തോട്ടാണുള്ളത് കേട്ടോ. മൂന്നാമത്തെ റൂം കുറച്ചപ്പുറത്തെ അവിടെയാണ് നമുക്ക് മൂന്നാമത്തെ റൂം ഈ ഒരു ഭാഗത്തോട്ട് ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള റൂമുകളും സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ റൂം ഇങ്ങോട്ട് വാ ഇതങ്ങോട്ട് കാണാം നമുക്ക്. ഇങ്ങോട്ട് വന്ന് നോക്കി റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ്. നേരത്തെ കണ്ട അതേപോലെ തന്നെ സെയിം റൂം തന്നെ വലിയ റൂമുകളാണ് എല്ലാ റൂമുകളും. മൊത്തം 5060 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ ഒരു വീടുള്ളത്. ഇപ്പം നിലവിൽ ഇതിനകത്ത് താമസമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും പുറത്താണുള്ളത്. അപ്പോൾ എന്താ പറയുക വീട് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് നോക്കി കൊണ്ടു നടക്കുന്ന ഒരു വീട് തന്നെയാണ് കേട്ടോ. ടൈലൊക്കെ ഏകദേശം എല്ലാം ഒരേപോലത്തെ ടൈലുകൾ തന്നെയാണ് അല്ലേ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ജനലും വാതിലൊക്കെ തുറന്നിട്ട് നല്ല വെളിച്ചം കടക്കുന്ന രീതിയിലാണ് വീടിന്റെ എല്ലാ ഇതും സൗകര്യങ്ങളും ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ബാൽക്കണി എന്നുള്ളൊരു ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ ഇതിന്റെ ബാൽക്കണീന്റെ ഈ ഒരു ഭാഗത്തെല്ലാം ഫുള്ള് ഗ്രില്ലെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഫുള്ള് നെറ്റെല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചയെല്ലാം കാണാം, കാറ്റും വെളിച്ചെല്ലാം കിട്ടും.
അതുപോലെ നമുക്ക് ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ റൂമും കണ്ടു കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് അടുത്ത നമുക്ക് നാലാമത്തെ ബെഡ്റൂമാണ് കാണേണ്ടത്. അപ്പൊ നമ്മളെ നാലാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ റൂം ഒന്ന് കണ്ടോക്കാം. ഇങ്ങോട്ട് വന്ന് നോക്കി, ഇങ്ങോട്ട് വന്ന് നോക്കി ചങ്കാളെ ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ. വലിയ റൂം നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം റൂം തന്നെ, ഒക്കെ വലിയ വലിയ റൂമുകളാണ്. എല്ലാ റൂമിനും ഇതേപോലെ 4 കള്ളി ജനലും പിന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് 2 കള്ളി ജനൽ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. മൊത്തത്തില് എല്ലാ റൂമിനും AC കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ? ഫർണിച്ചർ കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും എല്ലാ റൂമിലും ഉണ്ട് അല്ലേ? അതെ, ഇതേപോലെ എല്ലാ റൂമിനും ഇതേപോലെ ഫർണിച്ചർ സംഭവങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ റൂമിനും നേരത്തെ കണ്ട പോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ റൂമിനും വരുന്നുണ്ട്. നമുക്ക് 4 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഇവിടെ 2 കള്ളി ജനൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് നമുക്ക് അവിടെ ഒരു ബാൽക്കണി എല്ലാം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട്. അപ്പൊ നമ്മള് 4 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത കാണാനുള്ള നമ്മൾ 5ാമത്തെ ബെഡ്റൂം ആട്ടോ. അങ്ങോട്ട് വന്ന് നോക്കി, നമ്മൾ 5ാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴി നമുക്ക് അവിടെ ഒരു കോമൺ ബാത്റൂം എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്ന് നോക്കി, ഇതാണ് നമ്മൾ 5ാമത്തെ ബെഡ്റൂം. റൂമുകൾ എല്ലാ റൂമും നല്ല വലിയ വലിയ റൂമാണ്. എല്ലാ റൂമിനും ഇതേപോലെ നല്ല ഫർണിച്ചറും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ റൂമിനും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിലമൊക്കെ നോക്കിയാൽ ഫുള്ള് ടൈല്, വൈറ്റ് കളറിൽ ടൈല്, എല്ലായിടത്തും വൈറ്റ് കളറിൽ ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ റൂഫ് കണ്ടില്ല നിങ്ങൾ, എവിടെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് സീലിംഗ് വർക്കെല്ലാം ചെയ്ത് ലൈറ്റ് എല്ലാം പിടിപ്പിച്ച് നല്ല കിടക്കാച്ചി കിടലോസ്കി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഒരു സിംഗിൾ ജനൽ വരുന്നുണ്ട്, അതുപോലെ ഈ ഒരു ഭാഗത്തും ജനൽ വരുന്നുണ്ട്. പിന്നെ ഇതാക്കണം നമുക്ക് ഇവിടെ ബാൽക്കണിയാണ് വരുന്നത് കേട്ടോ. ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. ബാത്റൂമൊക്കെ കണ്ടില്ല ഞങ്ങൾ നല്ല നീറ്റായിട്ട് കിടക്കുന്ന ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇങ്ങോട്ട് വന്ന് നോക്കി നിങ്ങൾ, ഇതാണ് നമ്മൾ ബാൽക്കണി കേട്ടോ. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് എന്താ പറയുക, ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി റൂമിൽ നിന്നൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കാറ്റോ വെളിച്ച തട്ടനൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയിരിക്കാനും ഒരു ചെറിയ രീതിയിലൊരു ബാൽക്കണി സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ റൂമുകളും സംഭവങ്ങളും എല്ലാം കണ്ടുകഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ഇവിടെ ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് തുണികളോ സംഭവങ്ങളൊക്കെ വിരിച്ചിടാനൊക്കെ ആയിട്ടുള്ള വലിയൊരു ഹാൾ നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അങ്ങോട്ട് വന്ന് നോക്കി, മൊത്തം ഇങ്ങനെ ഗ്രില്ലിട്ടിട്ട് ഇങ്ങനെ എന്താ പറയാ ഫുള്ള് നല്ല ഡ്രസ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മൊത്തം ഗ്രില്ലെല്ലാം വെച്ച് എല്ലാം എന്താ പറയാ എല്ലാം അടച്ചുറപ്പാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് പണിക്കാർക്കൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മേലേക്ക് ഉള്ളൊരു സ്റ്റെയർ കേസ് ഇതാണ് ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അകത്തുനിന്നും ഉണ്ട്, പിന്നെ നമുക്ക് പുറത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നും നമുക്കൊരു സ്റ്റെയർ കേസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രസ് വർക്ക് എല്ലാം ചെയ്ത് കണ്ടില്ല നിങ്ങൾ, നല്ല വൃത്തിക്കാണ് എല്ലാ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ എല്ലാം മൊത്തത്തിൽ കണ്ടുകഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വന്ന് നോക്കി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ബാൽക്കണി എല്ലാം വരുന്നുണ്ട് കേട്ടോ. ബാൽക്കണിയിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ നോക്കണം നമുക്ക് നല്ലൊരു കാറ്റുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് നോക്കി, ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. നല്ല താഴോട്ട് നല്ല വെളിച്ചം കിടക്കുന്ന രീതിയിൽ അവിടെ ഗ്ലാസ് എല്ലാം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതാ നമുക്ക് ഈ ഒരു ബാൽക്കണി ഒന്ന് കാണാം. അങ്ങോട്ടൊന്ന് വന്ന് നോക്കി നിങ്ങൾ, ബാൽക്കണിയൊക്കെ നല്ല രീതിക്ക് നല്ല ഫുള്ള് നല്ല സ്പേസിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിച്ചിരിക്കാനോ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് ക്യാരംസ് കളിക്കാനുള്ള ആ ഒരു സ്പേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടി ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. അതുപോലെ ഇവിടെ നമുക്ക് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്, ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് നമ്മളെ ശ്രീ രാജരാജേശ്വര ടെമ്പിളിലോട്ട് നമുക്ക് വെറും 200 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ മെഡിക്കൽ കോളേജ്, നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് വെറും 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതേപോലെ നമുക്ക് 1 കിലോമീറ്ററിൽ നമുക്ക് ലൂർദ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്, വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലാണ്. 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 3-4 സ്കൂളുകളെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിലും മലയാളം ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിലും ഒക്കെ നമുക്ക് ഈ 1 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇപ്പൊ നമ്മൾ വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് വീടിന്റെ പുറത്ത് പോയിട്ട് നമുക്ക് പറമ്പിൽ എന്തൊക്കെയുള്ളതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ നമ്മൾ വീടിന്റെ പുറത്തോട്ട് വരുമ്പോൾ നോക്കിയാൽ ഞങ്ങൾ ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ഫുള്ള് ചെടികളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തെല്ലാം ഫുള്ള് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ നല്ല കായ്ക്കുന്ന പ്ലാവും സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഇനി ഇങ്ങോട്ട് പോകാം, നമുക്ക് ഈ ഒരു വീട്ടിലെ ഭാഗത്തുള്ള ഗ്യാപ്പൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ നിർത്താനുള്ള സൗകര്യത്തിന് അതിനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഉണ്ടല്ലോ. നമ്മൾ ഈ ഒരു വീടിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇനി ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ അത് നമ്മളെ ഇവരുടെ പഴയ തറവാടാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. പഴയ ഈ ഒരു വീടും കൂടി സെയിലിനുള്ളതാണ്. മൊത്തം 1200 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു പഴയ ഒരു തറവാടാണ് കേട്ടോ. മച്ചക്കുള്ള ഒരു പഴയ ഒരു വീടാണ്. ഇനി നമുക്ക് കിണറൊന്ന് കാണിച്ചു കൊടുക്കല്ലേ, ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ. നമുക്ക് കുടിവെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് നമുക്ക് ഒരു ബോർവെൽ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കിണറുണ്ട്, അതുപോലെ തന്നെ ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഒരു പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിലുള്ള കിണർ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. 365 ദിവസവും ഇത് അതേപോലെ വെള്ളം കിട്ടും. അതും നമ്മളെ വീടിനോട് ചാരി തന്നെയാണ് ഈ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉള്ളത്.
എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള നല്ല കിഡിലൻ ഒരു പ്രോപ്പർട്ടിയാണ്. എടുക്കണം എന്നൊക്കെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഇതാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാക്കണേ നമ്മളിപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കി നിങ്ങൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതാ ഇവിടെയൊക്കെ ഫുള്ള് നമുക്ക് ചെടികളും അതുപോലെ പച്ചക്കറികൾ സംഭവങ്ങളൊക്കെ നടാനൊക്കെ ഉള്ള അത്രയും സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പറമ്പിൽ ഏകദേശം 3ഓളം തെങ്ങെല്ലാം വരുന്നുണ്ട്, എല്ലാം കായ്ക്കണ തെങ്ങ്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് കായ്ക്കാനായ തെങ്ങെല്ലാം ഉണ്ട് കേട്ടോ. പുതിയ തൈകളെല്ലാം നട്ടുപിടിപ്പിച്ചെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റെയർ വരുന്നുണ്ട് പുറത്തുനിന്ന് മുകളിലോട്ട്. മേലെ ഒരു വലിയ ഹാള് നേരത്തെ കാണിച്ചതില്ല, പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണേലും പിടിക്കണേലും ഒക്കെ ഉള്ള അങ്ങോട്ട് കയറുന്ന സ്റ്റെയറാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ബാക്ക് സൈഡിലോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ടാങ്ക് വരുന്നുണ്ട്. നമ്മളെ അകത്തെ ഇൻഡോർ വാട്ടർഫാൾ കണ്ടില്ലേന്നോ, അപ്പോൾ അതിനകത്തോട്ടുള്ള വെള്ളം ഇവിടെ ഈ ഒരു ടാങ്കിൽ നിന്നാണ് അടിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക, പാത്രം കഴുകാനോ അല്ലെ കൈ കഴുകാനൊക്കെ ആയിട്ടുള്ള ഒരു വാഷ് ബേസിനും സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞോ. അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. മൊത്തം 34 സെന്റ് സ്ഥലവും അതിനകത്ത് 5060 സ്ക്വയർ ഫീറ്റ് പണിത് നല്ല കിഡിലൻ ഒരു പ്ലോട്ടാണ്. നമുക്ക് കണ്ണൂർ ടൗണിൽ നിന്ന് വെറും 20 കിലോമീറ്റർ മാത്രം. അതുപോലെ തന്നെ നമുക്ക് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് വെറും 40 കിലോമീറ്റർ മാത്രം നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പെട്രോൾ പമ്പുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നല്ല അടിപൊളി ഒരു കിഡിലൻ പ്ലോട്ടാണ് കേട്ടോ. തളിപ്പറമ്പ് ടൗണിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. തളിപ്പറമ്പിലെ പ്രശസ്തമായ ഹോസ്പിറ്റലായ ലൂർദ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പ്ലോട്ടിനും ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 4 കോടി രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിഡിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.